ഏരൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ നടക്കുന്നത് സമരനാടകമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത്. പഞ്ചായത്തിനെതിരെ ഏരൂരിലെ ഗാർഡൻ ഉടമ നടത്തുന്നത് സമരനാടകമാണെന്നും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പ്രദേശത്ത് ലൈസൻസ് ഇല്ലാതെയാണ് ഗാർഡൻ പ്രവർത്തിച്ചു വരുന്നതെന്നും പത്രസമ്മേളനത്തിൽ ജി അജിത്ത് പറഞ്ഞു. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. ഏരൂർ ഗ്രാമപഞ്ചായത്തിനെതിരായി നിരന്തരമായി ഒരു ചാനലിൽ വാർത്ത വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വാർത്തയുടെ എന്താണ് ആ വാർത്ത എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യത ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷമായി ഒരുപാട് വികസന നേട്ടങ്ങളാണ് LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. റോഡുകളായാലും സ്കൂളുകളായാലും ആരോഗ്യ മേഖലയായാലും മൃഗസംരക്ഷണ മേഖലയായാലും അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സംസ്ഥാന കേന്ദ്ര ഫണ്ടുകളടക്കം ഗ്രാമപഞ്ചായത്തിൽ ബഹുമാന്യനായ MLAയുടെ ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടാണ് ഈ വികസന പ്രവർത്തനം നടത്തുന്നത്. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നതിന് ഈ ജില്ലയിലെ സംസ്ഥാനത്തിന് മാതൃകയായ സ്കൂളുകൾ സ്മാർട്ടാക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത പഞ്ചായത്താണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യ മേഖലയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ തന്നെ മാതൃകയായ അംഗൻവാടികളുടെ പ്രവർത്തനം, സ്മാർട്ട് അംഗൻവാടി ഇപ്പോൾ തന്നെ 3 ബഹുമാന്യനെ MLA ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് സ്മാർട്ടാക്കുന്നതിന്. അതിൻ്റെ പണികൾ ഒരെണ്ണം പുരോഗമിച്ചു വരികയാണ്. റോഡുകളെടുത്താൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ വലിയ തോതിൽ വികസന പ്രവർത്തനം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ LDFിനെ ഭരണസമിതിയെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമായി UDFും BJPയും മിന്നൽ സമരങ്ങൾ നടത്തുകയാണ്. ആ മിന്നൽ സമരം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ഒരു ചാനൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ മിന്നൽ സമരം ഈ നമ്മുടെ ഏരൂരിൽ നല്ല നാടകപ്രേമികളുള്ള സ്ഥലമാണ്. ഒരുപാട് നാടകങ്ങൾ കണ്ട് നല്ല നാടക അക്കാദമികളുടെ നാടകം കണ്ട ഒരു പ്രദേശമാണ് ഏരൂർ. എന്നാൽ ഇപ്പോൾ നടക്കുന്ന നാടകം, അതിൻ്റെ തിരക്കഥയും സംവിധാനവും രചനയും എല്ലാം ഏത് കേന്ദ്രത്തിലാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. CPI ഏരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D ബിനു, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിനൊരു മണ്ഡലം പ്രസിഡന്റില്ലേ, ബ്ലോക്ക് പ്രസിഡന്റില്ലേ? ഇവിടെ നടന്ന 2-3 തെരഞ്ഞെടുപ്പുകൾ, ക്ഷീരസംഘം തെരഞ്ഞെടുപ്പ്, പാലഞ്ചേരിയിലെ ക്ഷീരസംഘം തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യം നേടിയത്. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? മൊത്തം 3 സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞത്, 7 വോട്ടാണ് കിട്ടിയത്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഞാനടക്കമുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും ഈ ഷോമിനോ ഈ വേണുവിനോ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഇടതുപക്ഷ ജനാധിപത്യം മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇപ്പോൾ അവസാനമായി നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അതിന് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയിൽ എന്നെ ഈ ഷോമും വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ, വ്യാജ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആദ്യമേ പ്രഖ്യാപിച്ചു LDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. എന്നാൽ റിസൾട്ട് വന്നപ്പോഴെന്താ? LDF 1ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ ആലഞ്ചേരി വേണുവും അതോടൊപ്പം തന്നെ ഷോമും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും മോശമായ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാത്ത 2 കോൺഗ്രസ് നേതാക്കളാണിത്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നു, ഷോം ഓയിൽ പാമ്പിൻ ജീവനക്കാരനാണ്. എന്താ ആരോപിച്ചിരിക്കുന്നത്? ഞാൻ UDF ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു.
എന്തൊരു വിരോധാഭാസമാണ്. UDF അവസ്ഥ എന്തായിരുന്നു ഈ ഏരൂർ പഞ്ചായത്തിൽ? ഞാൻ UDF ഇല്ല, എൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ 10-30 വർഷം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടാണ്. വേറെ ചില ആളുകളുണ്ടല്ലോ BJPയുടെ നിറത്തിൽ. നമ്മൾ സാധാരണ ഷർട്ടൊക്കെ അഴുക്കാവുമ്പോൾ മാറാറുണ്ട്. അതേപോലെ ഉടുപ്പ് മാറുന്ന രാഷ്ട്രീയക്കാരനല്ല ഞങ്ങളാരും. ഇവിടെ എത്ര പാർട്ടി പോയ ആളുകളാണ് ഇപ്പോൾ BJP നയിക്കുന്നത്? അതിൻ്റേതായ കുറവുകളുണ്ട്. ഇങ്ങനെ ഇരിക്കെ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഏതോ വലിയ സംഭവം നടക്കുന്നു. ഒരു ചെടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, പുതിയൊരു വിവാദം. കൊട്ടേഷൻ വാങ്ങി, ഒരാൾ കൊട്ടേഷൻ തന്നു. ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 15,000 രൂപ സ്പോൺസർ ചെയ്തു. ആ 15,000 കഴിഞ്ഞ 15-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു. 30,000 രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഈ പറയപ്പെടുന്ന കർഷകന് കൊടുത്തു. ഇതെല്ലാം ഇരിക്കെ ഒരു നാടകം തയ്യാറാക്കി കുറച്ച് സൊസൈറ്റിയുടെ തൊട്ടപ്പുറത്തെ ഒരു സ്ഥലത്ത് നിന്ന് കൈലി ഉടുത്ത് വരുന്നു, തൊപ്പി വെക്കുന്നു, പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുന്നു. ഈ മാന്യ കർഷകൻ തിരികെ പോയി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറുന്നു. ഇതിൻ്റെ എല്ലാ രചനയും സംവിധാനമൊക്കെ നമുക്കറിയാം. പൈസ കിട്ടിയിട്ട് സമരം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷകനായിരിക്കും ഈ ബഹുമാന്യനായ കർഷകൻ. നമ്മൾ പഞ്ചായത്തിൽ മാർച്ച് 31 കേസ് മാർട്ട് നിലവിൽ വന്നു. അതിൻ്റെ സാങ്കേതികമായ സോഫ്റ്റ്വെയർ മാറിയതുകൊണ്ട് ചിലപ്പോൾ ഒരു 10-20 ദിവസം മുന്നോട്ട് പോയി കാണും ഈ ഇത് കൂടുതൽ. അത് സ്വാഭാവികമാണ്, നമ്മുടെ സർക്കാർ നടപടിയുടെ ഭാഗമായി സ്വാഭാവികമാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പുതിയ സമരം, 1 രൂപ സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ആ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ. നല്ല കാര്യം. അവിടെ ആദ്യം സന്ദർശിക്കുന്ന ആരാ? ഈ ഷോമും വേണുഗോപാലുമാണ് സന്ദർശിക്കുന്നത്. എന്നിട്ട് പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതേ കോൺഗ്രസ്സാണ് രാമോദ്രം കൊലക്കേസിൽ ഇദ്ദേഹം പ്രതിയാണെന്ന് ആരോപിച്ച് പത്രസമ്മേളനം നടത്തിയും നിരന്തരമായി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ നാൾ വഴിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സർക്കാർ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തി അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവാദ സ്ഥാപനത്തിലെത്തുകയും ലൈസൻസ് എടുക്കണമെന്ന് വാക്കാൽ ഉപദേശിക്കുകയുമാണ് പഞ്ചായത്ത് ജീവനക്കാർ ചെയ്തതെന്ന് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രേഖാമൂലം പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടില്ല. ഇക്കാര്യം സ്ഥാപന ഉടമ മറച്ചുവെച്ച് പഞ്ചായത്ത് സ്ഥാപനം പൂട്ടിച്ച് പ്രതികാര നടപടിയെടുക്കുകയാണെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരാണെന്നും തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവവിരുദ്ധവുമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതു ഭരണസമിതിയെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭിന്നതയുണ്ടെന്ന് ഉൾപ്പെടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ മുന്നണിയും നേതൃത്വവും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുകയാണെന്നും ജി അജിത്ത് പറഞ്ഞു. ഈ കർഷകൻ ഒരു വലിയ കർഷകനാണ്. കളവറയ്ക്കാൻ പോയപ്പം ഒരു പാവപ്പെട്ട സഹസ്ത്രീയെ അടിച്ചതിന് അട്രോസിറ്റി ഇട്ട് ജയിലിലായിരുന്നു. ഈ കർഷകനാണ് തൊട്ട് അയൽവാസിയായ സ്ത്രീയെ മർദ്ദിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കേസ് നടത്താൻ 2,000 രൂപ സർക്കാരിൽ നിന്ന് അനുവദിച്ചത് ഈ കോൺഗ്രസ് അങ്ങ് മറന്നുപോയി. വിഷയങ്ങളുണ്ടാവും, വിഷയത്തിൻ്റെ മെറിറ്റ് ഇവിടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയാം. ഈ കർഷകൻ അടിച്ച ആൾക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2,000 രൂപ നൽകിയാണ് കേസ് നടത്തിയത്. ഈ കർഷകൻ വലിയ മാന്യനായ കർഷകനാണ്. കൃഷിയെടുക്കുന്നവർക്ക് നമ്മളെല്ലാം പ്രോത്സാഹനമാണ്. ഒരു വർഷം നമ്മൾ പഞ്ചായത്തിൻ്റെ ഇത്ര ശതമാനം കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൃഷിയെ സംബന്ധിച്ച് നാട്ടിൽ തിരക്കി നോക്കണം. ഈ ഒരു ചാനലിൽ വാർത്ത വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ചാനലുകാർ ഈ ഒരു ചാനലും ഈ ചിറ്റപ്പനും തമ്മിലുള്ള ബന്ധമൊന്ന് അന്വേഷിച്ചാൽ മതി. ഡെയിലി വാർത്തയാണ്. ഈ BJPയുടെ നേതാക്കളോട് എനിക്ക് കഷ്ടമെന്നേ പറയാൻ പറ്റും. അകത്ത് സമിതിയിലൊരു നിലപാടും വെളിയിലൊരു നിലപാടും നമുക്കാർക്കുമില്ല. ഇപ്പോൾ BJPയുടെ യഥാർത്ഥ ഭാരവാഹികൾ പറയണം, രമേശൻ BJP ആണോ ഈ കർഷകൻ? കോൺഗ്രസിൻ്റെ ഷോമ് വേണുകൾ പറയണം, കോൺഗ്രസ് ആണോ? അതിൽ ഇടതുപക്ഷമല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവരാരോപിച്ചിരിക്കുന്ന ഒരു വിഷയം കട പൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ സ്ഥാപനം പൂട്ടാൻ വേണ്ടി നോട്ടീസ് നൽകിയതാണ്. എന്തൊരു ശുദ്ധ അസംബന്ധമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിടുന്ന് നമ്മുടെ അനധികൃത അറവുശാലകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ചു.
എല്ലായിടവും പോയി. പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നിലപാടാണ് ലൈസൻസ് എടുപ്പിക്കുക എന്നുള്ളത്. എല്ലായിടവും ചെന്ന് ഉപദേശിക്കുക ലൈസൻസ് എടുക്കാൻ. ആ കൂട്ടത്തിൽ അവിടെയും കയറി കാണും, എല്ലാ കടകളിലും കയറുന്നുണ്ട്. ആഴ്ചയിൽ ഇത്ര കടകൾ പരിശോധിക്കണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാതെ ഒരു നോട്ടീസും നൽകിയിട്ടില്ല, വെറുതെ പറയുന്നതാണ്. നോട്ടീസ് കാണിക്കാമെങ്കിൽ, പഞ്ചായത്ത് ഏതെങ്കിലും ഒരു നോട്ടീസ് ഈ മാന്യ കർഷകന് കൊടുത്തിട്ടുണ്ട് കാണിക്കാമെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനം മുന്നിൽ വെച്ച് ഞാൻ പൊതുപ്രവർത്തനം വേണമെങ്കിൽ അവസാനിപ്പിക്കും. എത്ര ശുദ്ധ വ്യാജ പ്രചരണങ്ങളാണ് നടത്തുന്നത്. ഒരു നോട്ടീസും നൽകിയിട്ടില്ല. കടകളിൽ ഓറലായി ഉപദേശിക്കാൻ കയറും നമ്മുടെ ടീമുകൾ. ലൈസൻസ് ഇല്ലാത്തവർ ലൈസൻസ് എടുക്കണം. ഇദ്ദേഹം എടുത്ത ലൈസൻസ് ഈ അടുത്ത ഏതെങ്കിലും വർഷം ഇവിടെ ലൈസൻസ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചു? പഞ്ചായത്തിൽ ലൈസൻസേ എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ ഉദ്യോഗസ്ഥർ ഉപദേശിച്ചതേ ഉള്ളൂ, ഒരു നോട്ടീസും നൽകിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എല്ലാ ദിവസവും അവിടെ സന്ദർശനമാണ്. ഈ ഒരു ചാനലിലേ വരുന്നുള്ളൂ. ഈ ചാനലിൻ്റെ നടത്തുന്ന ആളിൻ്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ചാനൽ മഹാൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തരും നന്നായതിനു ശേഷമേ ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് ഇറങ്ങാവൂ. ഇതിൻ്റെ സത്യം അറിയണ്ടേ? എന്താണ് ആ സത്യം? ഞാൻ ഈ പറഞ്ഞാണ് സത്യം. അദ്ദേഹത്തിന് കൃത്യമായ അക്കൗണ്ടിൽ പൈസ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പരിശോധിക്കാം, 2 അക്കൗണ്ട് നൽകി. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.